ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ഒരു HP സീരീസിൽ വരുന്ന രണ്ട് ലാപ്ടോപ്പുകളാണ്. അപ്പോൾ 11th ജെൻ ആണ് ലാപ്ടോപ്പ്. അപ്പോൾ ഇത് രണ്ടും ഒരേ ടൈമിൽ തന്നെ പർച്ചേസ് ചെയ്ത ലെവലിലാണ് ഈ ലാപ്ടോപ്പ് രണ്ടും നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ലാപ്ടോപ്പിന്റെ ക്വാളിറ്റി മീൻസ് ഇതിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പക്ക ക്ലിയർ ആണ്, അഥവാ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ കംപ്ലൈൻസ് എന്ന് പറഞ്ഞെങ്കിൽ 2 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സിസ്റ്റം ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സിസ്റ്റം ഓഫ് ആക്കിയിട്ട് പിന്നെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യില്ല. അതാണ് ഇതിന്റെ കംപ്ലൈന്റ്. ചില ദിവസങ്ങളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പക്കായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പക്കായിട്ട് വർക്ക് ചെയ്യും. എത്ര സിസ്റ്റം ടൈം കഴിഞ്ഞാലും ഓഫ് ആകാൻ പിടിക്കൊന്നുമില്ല, പക്കായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഇത് 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓഫായി സിസ്റ്റം വർക്കിങ്ങിൽ ഇത് ഓഫാക്കി ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് ഓൺ ആവില്ല. അതാണ് ഇതിന്റെ കംപ്ലൈന്റ്. ഇത് കംപ്ലൈന്റ് എന്തായാലും ഉണ്ടായിരുന്നെങ്കിൽ സിഗ്നൽ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലാപ്ടോപ്പ് നന്നായിട്ട് നല്ല നീറ്റാണ്, ക്ലീൻ പക്കയാണ്. പക്ഷെ സെയിം ലാപ്ടോപ്പ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഡെഡ് ആണ്. അപ്പൊ ഇത് ഇതിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ഇത്രയും ഒരു ലെവലിലുള്ള വാട്ടർ ഡാമേജ് ആണ് ഇതിൽ കാണുന്നത്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഇതിങ്ങനെ വന്ന് ഈ ഒരു സൈഡ് ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ളി വാട്ടർ ഡാമേജ് വന്നതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ലാപ്ടോപ്പ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ലാപ്ടോപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പക്കായിട്ട് വർക്കിംഗ് ആണ്, സെറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു ലാപ്ടോപ്പിന്റെ കേസിൽ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് കസ്റ്റമർക്ക് കറക്റ്റ് ആയിട്ട് ഒരു വാറണ്ടി ലെവലിൽ നമുക്കത് സർവീസ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. കാരണം ഇത് 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഇത് റിട്ടേൺ കംപ്ലൈന്റ് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് സേഫ് ആയിട്ട് യൂസ് ചെയ്യുക. ഫംഗസ് അതേമാതിരി തന്നെ വെള്ളത്തിന്റെ അംശം അല്ലെങ്കിൽ ഡസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ജനറൽ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു ഡാമേജ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ലാപ്ടോപ്പിനെ രക്ഷിച്ചിട്ട് നമുക്ക് കൂടുതൽ ലൈഫായിട്ട് നമുക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.